സൂർജിത്ത് അയ്യപ്പൻ നമ്മോടൊപ്പം ചെയ്യുന്നു. സൂർജിത്ത്, നേരത്തെ സൂർജിത്തിനെ അനുഗമിച്ചുകൊണ്ടിരുന്ന പ്രദേശവാസി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കടുവാ ശല്യം അല്ലെങ്കിൽ കാട്ടാന ശല്യം ഇതൊക്കെ നിരന്തരമായ ഭീതിയിലാഴ്ത്തുന്ന ഒരു ഇടമാണ്. ആ ഇടത്തൊരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. ഈ കടുവ എത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു സൂചനയും അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണോ പറയുന്നത്? സ്വാഭാവികമായി ഇത്തരത്തിലെ വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങൾ സുരക്ഷ ഉറപ്പിക്കാൻ ഫെൻസിംഗ് സംവിധാനങ്ങളും ഇത്തരത്തിൽ കുഴിയെടുക്കുന്ന പദ്ധതികളും അങ്ങനെ നിരവധി പദ്ധതികൾ വനവകുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ പദ്ധതികളൊന്നും പ്രാവർത്തികമാകാത്ത ഇടം കൂടിയാണോ അത്? സുഹൈൽ, ഞാനിപ്പോൾ ഉള്ളത് ആ പ്രദേശത്താണ്. അതായത് ഈ സ്ത്രീ രാധയെ പിടിച്ചു കൊണ്ടുപോയ ആ പ്രദേശത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇവിടെയാണ് മൃതദേഹം കിടന്നിരുന്നത്. പിടിച്ചുകൊണ്ടിരുന്നത് കടുവ ആക്രമിച്ചത് ഇവിടെ നിന്നാണ് നമുക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഇവിടെ നിന്നൊരു 150 മീറ്ററോളം കാട്ടിലോട്ട് ആ ഏരിയയിലോട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെയായിരുന്നു മൃതദേഹം കിടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു കൊല്ലിയാണ് ഈ പ്രദേശം. നമുക്ക് അവിടേക്ക് ഈ സ്ഥലം, അതായത് ആളുകൾ നടക്കുന്ന ഇടം തന്നെയാണ് സുഹൈൽ. കാരണം ഇവിടെ ഈ കൃഷി ഉൽപ്പന്നങ്ങൾ പറിക്കാനൊക്കെ, അതായത് കാപ്പിക്കുരു ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. കാപ്പി തോട്ടമാണ് നമുക്ക് ചുറ്റിലും കാണാൻ കഴിയുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഭൂമിയാണ്. കാപ്പിത്തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മേഖല. ഇവിടേക്കാണ് ഈ രാധ എന്ന് പറയുന്ന 55-കാരി ഇവിടേക്ക് വന്നത്. ഇപ്പോൾ കടുവയെ വീണ്ടും കണ്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അടിച്ചിട്ടില്ലേ, അവിടെ വലിച്ചു കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് അവിടെ തന്നെ സാധനം ഉണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2-3 പേര് ഇപ്പോൾ അവിടെ നിന്ന് ഓടി വന്നായിരുന്നു സാധനം കണ്ടിട്ടേ. ഇപ്പോൾ അവിടെ നിന്ന് ഒച്ചപ്പാട് കെട്ടിക്കൊണ്ട് ഓടിയതാ. അതെ. കടുവയെ വീണ്ടും കണ്ടു എന്നുള്ളതാണ്. അതായത് ഈ പ്രദേശത്തിനടുത്ത് കടുവയെ വീണ്ടും കണ്ടു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ കടുവയെ ലൊക്കേറ്റ് ചെയ്തെന്നാണോ മനസ്സിലാക്കേണ്ടത്? വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ തരുന്നുണ്ടോ സുർജിത്ത്? മേലോട്ട് കൂടി എല്ലാവരും കൂടി ഓടി വന്നിട്ട് പോലീസ് ഇങ്ങോട്ട് വന്നിട്ട് അവർ നോക്കാൻ വേണ്ടി പോയി. അങ്ങനെയല്ല, കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളതല്ല, കടുവയെ ചിലർ കണ്ടു എന്നുള്ളതാണ്. അതായത് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം ഇവിടെ തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് ഇവിടേക്ക് ആളുകൾ പറയുന്നത്. ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. ചേട്ടാ, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞങ്ങൾ ഈ സ്ത്രീയെ തിന്നു എന്ന് പറഞ്ഞ് പോയിന്റ് വെറുതെ ഒന്ന് കാണാൻ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്, അതിൽ കയറരുന്നൊക്കെ ഇവർ പറഞ്ഞു. വെറുതെ കാണാൻ പോയതാണ്. അപ്പോൾ ഞാൻ സുഹൃത്ത് പറഞ്ഞ്, സന്തോഷം പറഞ്ഞ് അതിലെ വലിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഗർജനം പോലെ കേട്ടു, ഒരു ഗ്രറെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ പരിസരം എല്ലാം വലിച്ച് ലേശങ്ങൾ നീങ്ങുമ്പോഴത്തേക്കും പുള്ളി ചാടി എണീച്ച്. കടുവ അവിടെ തന്നെ ഉണ്ട്. ക്ഷീണമാണ്, ഭയങ്കര ശരീരം കൊട്ടിയിട്ടുണ്ട്, നല്ല ഹൈറ്റാ, വാലൊക്കെ അങ്ങനെ തൂങ്ങി. കരിയില കൊണ്ട് അതിൻ്റെ നിറം മനസ്സിലായില്ല. ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും ഞങ്ങൾ ഓടി. എന്തായാലും രാധ എന്നൊരു പാവസ്ഥയുടെ ജീവനെടുത്ത കടുവ പഞ്ചാരക്കൊല്ലി ഭാഗത്ത് തന്നെയുണ്ട്. ചിലർ ആ കടുവയെ കണ്ടിരിക്കുന്നു, ശബ്ദം കേട്ടിരിക്കുന്നു അടക്കം പറയുന്നു. എന്തായാലും നരഭോജീകരണത്തിൽപ്പെടുത്തി അതിന്റെ SOP സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ പ്രവർത്തനങ്ങൾ, അതിന്റെ പ്രൊസീജിയറുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇനി സ്വാഭാവികമായ നടപടിക്രമങ്ങൾ ബാക്കിയാണ്. ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്, അതിനെ ടാർഗറ്റ് ചെയ്ത് വെടിവെക്കേണ്ടതുണ്ട്. അങ്ങനെ ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരത്തിൽ കടുവാക്രമണം, കാട്ടാനാക്രമണം, ഇതിലൊക്കെ ഭീതിയിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ രോദനവും പ്രതിഷേധവും കൂടിയാണ് നമ്മൾ ഇന്ന് പഞ്ചാരക്കൊല്ലിയിൽ കണ്ടത്.